പുന്നയൂർകുളം പഞ്ചായത്തിൽ ഒരു മാസമായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ല. താളം തെറ്റി ഓഫീസ് പ്രവർത്തനം. സാമ്പത്തിക വർഷം കഴിയാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ മുൻവർഷം പൂർത്തിയാക്കാത്തതുൾപ്പെടെ 104 പദ്ധതികളാണ് ഇനിയും പൂർത്തിയാക്കാനുള്ളത്. പി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ 3 മാസത്തെ അവധിയിൽ പ്രവേശിച്ചത്. ജോലിഭാരവും നിരന്തര പരാതികളും വിവരാവകാശ അപേക്ഷകളും രാഷ്ട്രീയ വടംവലികളുമാണ് അവധിയിൽ പോകാൻ കാരണമെന്നാണ് സൂചന. ഈ സ്ഥിതിയിലായിട്ട് മാസമായിട്ടും പകരം നിയമനമായിട്ടില്ല. നിലവിൽ സെക്കൻഡ്, തേർഡ് ഗ്രേഡ് ഓവർസിയർമാരും ക്ലർക്കുമാണുള്ളത്. വനിതകളായ 3 പേരും ജോലിയിൽ തുടക്കക്കാരാണ്. സർവീസിൽ പ്രവേശിച്ച് 1 മാസം പോലും ആകാത്ത സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതല നൽകിയിട്ടുള്ളത്. ജീവനക്കാരുടെ പരിചയക്കുറവും മാർഗനിർദ്ദേശം നൽകാൻ മേലാധികാരി ഇല്ലാത്തതും ഓഫീസ് പ്രവർത്തനത്തെ തകിടം മറിച്ചു. പഞ്ചായത്ത് ഭരണസമിതി മെമ്പർമാർ എന്നിവർക്ക് പുറമെ നിർമ്മാണ പെർമിറ്റ്, കെട്ടിട നമ്പറിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യവുമായി പൊതുജനത്തിന്റെ സമ്മർദ്ദം കൂടിയാകുന്നതോടെ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. റീടാറിംഗ്, അറ്റകുറ്റപ്പണി, ഇന്റർലോക്ക് കട്ടവിരിക്കൽ ഉൾപ്പെടെ 23 പ്രവൃത്തിക്ക് കഴിഞ്ഞ ദിവസം ടെൻഡർ വിളിച്ചെങ്കിലും പകുതിയിൽ താഴെ മാത്രമാണ് കരാറായത്. ബാക്കി വീണ്ടും ടെൻഡർ വിളിക്കണം. സ്കൂൾ, അങ്കണവാടി, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ നിർമ്മാണങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, ടെൻഡർ എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകാനുണ്ട്. ഇതിനു പുറമെ ലൈഫ് PMAY പദ്ധതി പ്രകാരം 200-ലധികം വീടുകൾക്ക് അടിയന്തരമായി നിർമ്മാണ പെർമിറ്റ് നൽകണം. നിർമ്മാണത്തിലുള്ള വീടുകളുടെ വാല്യുവേഷൻ നൽകേണ്ടതും എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അതേസമയം തുടർച്ചയായി 3 മാസം അവധിയിൽ പോകുന്ന എഞ്ചിനീയർമാരുടെ പകരത്തിന് താൽക്കാലിക നിയമനം നടത്തുവാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ യോഗ്യരായ എഞ്ചിനീയർമാരുടെ എംപാനൽ ലിസ്റ്റിൽ നിന്നും ഇത്തരക്കാരെ കണ്ടെത്താൻ കഴിയും. അവധിക്ക് പോയ ഉദ്യോഗസ്ഥൻ വരുന്നതുവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് പുതിയ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. CCTV ന്യൂസ്, പുന്നയൂർകുളം.